ഇന്ന് ഒരു ഒഴിവുള്ള ദിവസമാണ്. അങ്ങനെ ഒരു യാത്ര പോകാമെന്ന് കരുതി. എന്തായാലും നോമ്പായതുകൊണ്ട് ഒരു സിയാറത്ത് ആക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ യാത്ര മുഴുവനും ഒരു സിയാറത്ത് വീഡിയോയാണ്. അങ്ങനെ യാത്രയ്ക്ക് വേണ്ടി രാവിലെ ഒരു 9:30 ഞാൻ വീട്ടിൽ നിന്നിറങ്ങി. അങ്ങനെ ഇപ്പോൾ കടുങ്ങാത്തുകുണ്ടെത്തി. എന്തായാലും ബസ്സിന് പോകാമെന്ന് കരുതി തിരൂർ സ്റ്റാൻഡാണ് ഈ കാണുന്നത്. തിരൂരിൽ നിന്ന് ഞാൻ ആദ്യം പോയത് കൂട്ടായി ബസ് കയറിക്കൊണ്ട് നേരെ പോയത് നെച്ചിക്കാട്ടിൽ മക്കാമിലേക്കാണ്. അങ്ങനെ ഞാൻ കൂട്ടായി ബസ് കയറിയിരിക്കുകയാണ്. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് കൂട്ടായി എത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ നമുക്ക് നേരെ മക്കാമിലെത്താനായിട്ട് പറ്റും. കൂട്ടായി അങ്ങാടിയിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടന്നാൽ മതി. അങ്ങനെ ദാ നെച്ചിക്കാട്ടിൽ മക്കാം എന്ന ബോർഡ് കണ്ടിട്ടുണ്ട്. അതിന് നേരെ ഞാൻ അതിലൂടെ നടന്ന് അപ്പുറത്ത് പള്ളി കാണാം. ആ പള്ളിയിൽ കയറി 2 റക്അത്ത് സുന്നത്തും നിസ്കരിക്കാമെന്ന് കരുതി. അങ്ങനെ ഇവിടെ നിന്ന് 2 റക്അത്ത് സുന്നത്തും നിസ്കരിച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്ത് നല്ല ക്ഷീണമുണ്ട്, നോമ്പല്ലേ. അങ്ങനെ നേരെ മക്കാമിലേക്ക് നടന്നു. മക്കാമിൻ്റെ പരിസരമാണ് ഈ കാണുന്നത്. മക്കാമിൻ്റെ മുമ്പിൽ ഒരു ഗ്രൗണ്ടൊക്കെ കാണാം. ഈവനിങ് ടൈമിൽ കുട്ടികളിവിടെ ഫുട്ബോൾ കളിക്കുന്നതൊക്കെ കാണാനായിട്ട് പറ്റും. എന്തായാലും ഇവിടെയാണ് മക്കാമ്. മക്കാമിനകത്ത് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, മക്കാമാണ്. അപ്പോൾ ഇതിനകത്തായിട്ടാണ് നെച്ചിക്കാട്ടിൽ മക്കാമ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് സിയാറത്ത് കഴിഞ്ഞ് പോന്നു. ഇപ്പോൾ സമയം 12:01 ആയിട്ടുണ്ട്. അങ്ങനെ കൂട്ടായി നിന്ന് തിരൂരേക്ക് ബസ് കയറി. അങ്ങോട്ട് ബസ് കയറാനായിട്ട് നടന്നു പോവുകയാണ്. അങ്ങനെ ഞാനിവിടെ തിരൂർ എത്തിയിട്ടുണ്ട്. തിരൂർ സ്റ്റാൻഡിൽ തന്നെ തിരിച്ചെത്തി. ഇപ്പോൾ സമയം 1:15 ആയിട്ടുണ്ട്. നല്ല നട്ടുച്ചയാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ പൊന്നാനിക്ക് പോകാൻ വേണ്ടി KSRTC ബസ്സിൽ കയറിയിട്ടുണ്ട്. കയ്യിൽ 30 രൂപ കരുതിയിട്ടുണ്ട്. ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് തിരൂരിൽ നിന്നും പൊന്നാനിയിലേക്ക് 30 രൂപയാണ്. അങ്ങനെ ഞാനിപ്പോൾ പൊന്നാനി എത്തിയിട്ടുണ്ട്. പൊന്നാനി പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് ചാവക്കാട് ബസ് കയറി വെളിയങ്കോട് ഇറങ്ങാനാണ് എൻ്റെ പ്ലാന്. ഇപ്പോൾ സമയം 2:23 ആയിട്ടുണ്ട്. നട്ടുച്ചയാണ്. അങ്ങനെ ഇതാ KSRTC സ്റ്റാൻഡ് കാണാം. പൊന്നാനി KSRTC സ്റ്റാൻഡാണ് ഈ കാണുന്നത്. അങ്ങനെ ഇവിടെ നിന്ന് ഒരു 13 രൂപ കൊടുത്താൽ നമുക്ക് വെളിയങ്കോട് മക്കാമിലെത്താനായിട്ട് പറ്റും. പൊന്നാനി പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്നും 13 രൂപ കൊടുത്താൽ നമുക്ക് നേരെ വെളിയങ്കോട് വന്നിറങ്ങാം. അപ്പോൾ തിരൂർ ഭാഗത്തു നിന്നൊക്കെ വെളിയങ്കോട്ടേക്ക് പോകുന്നവർ നേരെ പൊന്നാനി ബസ് കയറി പ്രൈവറ്റ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നേരെ ചാവക്കാട് ബസ്സിന് കയറി വെളിയങ്കോട് ഇറങ്ങാവുന്നതാണ്. അങ്ങനെ ഇതാ ഞാനിപ്പോൾ വെളിയങ്കോട് മക്കാമിന് തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ കവാടങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ NH66 ആ റോഡ് വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ ആ കവാടങ്ങളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ വെളിയങ്കോട് എത്തിയപ്പോൾ സമയം ഏകദേശം 2:37 ആയിട്ടുണ്ട്. എനിക്ക് നോമ്പ് തുറക്കാനാകുമ്പോഴേക്ക് വീട്ടിലേക്ക് തിരിച്ചെത്തണം. അങ്ങനെ ഞാൻ വെളിയങ്കോട് പള്ളിയിൽ നിന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് സിയാറത്ത് ചെയ്ത് തിരിച്ച് പോകാമെന്ന് കരുതി. ളുഹർ ഞാൻ തിരൂരിൽ നിന്നും പള്ളിയിൽ നിന്ന് നിസ്കരിച്ചതാണ്. അങ്ങനെ വെളിയങ്കോട് മക്കാമിൽ നിന്ന് ഇറങ്ങി നേരെ അപ്പുറത്ത് വേറൊരു മക്കാമ് കാണാനായിട്ട് പറ്റും. ആ പോകുന്ന സമയത്ത് നമുക്കിവിടെ ഒരു കുളം കാണാം. ആ കുളത്തിൻ്റെ അടുത്തിലൂടെയാണ് നടക്കുക. ഇവിടെ വേറെ ഒരു മക്കാമുണ്ട്, വലിയ ജാറം എന്ന് പറഞ്ഞിട്ട്. ഞാൻ വെളിയങ്കോട് വരുന്ന സമയത്ത് ഇവിടെയും വരാറുണ്ട്. എന്തായാലും ഈ മക്കാമിൽ കയറി സിയാറത്ത് കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയതാണ്. ഈ മക്കാമിൻ്റെ പരിസരമാണ് ഈ കാണുന്നത്. ഉച്ച സമയമായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇവിടെയില്ല. ഈവനിങ്ങിലൊക്കെ നല്ല തിരക്കായിരിക്കും. അങ്ങനെ ഇവിടുത്തെ കൊടിമരം കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ മക്കാമ്. അങ്ങനെ അവിടെ സിയാറത്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം 3:15 ആയിട്ടുണ്ട്. ഇനി നേരെ എനിക്ക് പൊന്നാനി KSRTC സ്റ്റാൻഡിലേക്ക് തന്നെ തിരിച്ചു പോകണം. അതിന് ഇവിടുന്ന് പ്രൈവറ്റ് ബസ് കയറിയതാണ്. അങ്ങനെ ബസ്സിലൊക്കെ കയറി ഇരുന്ന് ഇനി നേരെ പോകുന്നത് പൊന്നാനി KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടുന്ന് തിരൂരേക്ക് ബസ് കയറി വേണം തിരിച്ച് പോരാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഞാനിവിടെ പൊന്നാനി KSRTC ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബസ് എടുത്തിട്ടുണ്ട്. ബസ്സിൽ ഇപ്പോൾ കയറുന്ന സമയം 3:59 ആണ്. 3:59 ഇവിടുന്ന് KSRTC ബസ്സിൽ കയറി ഞാൻ നേരെ തിരൂരേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ചാർജ് 30 രൂപ തന്നെയാണ്. വലിയ തിരക്കൊന്നുമില്ല. ഒരു 4 മണി ടൈമിൽ വലിയ തിരക്കില്ല. പക്ഷേ ജംഗ്ഷനിൽ നിന്ന് നല്ല ആൾ കയറുന്നതാണ്. എന്തായാലും ഇന്നത്തെ യാത്ര നല്ല ക്ഷീണമുണ്ട്. ഒന്നാമത് നോമ്പാണ്. പിന്നെ ഉച്ച ടൈമിൽ ആ വെയിലൊക്കെ ഒരുപാട് കൊണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം 1 മണിക്കൂർ കറക്റ്റാണ് പൊന്നാനി ടു തിരൂരുള്ള ആ ഒരു യാത്ര. ഇപ്പം ഞാനിവിടെ നമ്മുടെ ചമ്രവട്ടം പാലത്തിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ചമ്രവട്ടം പാലത്തിൽ നല്ല കാഴ്ചയാണ്, നല്ലൊരു വ്യൂ ആയിരിക്കും KSRTC ബസ്സിൽ പോകുമ്പോൾ. ഒരുപാട് തവണ നിങ്ങളൊക്കെ പോയതായിരിക്കണം. ക്ഷീണം കാരണം ഞാൻ കുറച്ച് സമയം കിടന്നുറങ്ങുകയും ചെയ്തു. അങ്ങനെ ചമ്രവട്ടം പാലം വഴി അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം തിരൂരെത്തുമ്പോൾ സമയം നോക്കാം, 5:02 ഞാൻ തിരൂരെത്തി. തിരൂർ സ്റ്റാൻഡൊക്കെ ഇപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ 1 മണിക്കൂർ കറക്റ്റാണ് ഈ പൊന്നാനി ടു തിരൂർ റൂട്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കടുങ്ങാത്തുകുണ്ട് എത്തി. അവിടെ ചപ്പാത്തി കമ്പനിയിൽ നിന്ന് കയറി കുറച്ച് പൊറോട്ട കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ നേരെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.